ഹലോ, നമ്മളിന്ന് വളരെ രുചിയുള്ളതും വളരെ എളുപ്പമേറിയതുമായ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, വളരെ രുചിയാണ്. തേങ്ങയൊന്നും വറുത്തരച്ച് ചേർക്കണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം വെള്ളരിക്കയും, ഒരു തക്കാളി, ഒരു കഷ്ണം പടവലങ്ങ, ഒരു ഉരുളക്കിഴങ്ങ്, 2-3 കഷ്ണം മുരിങ്ങക്കായ, ഒരു വഴുതനങ്ങ, വെണ്ടയ്ക്ക, ചുവന്നുള്ളി, ക്യാരറ്റ്, സവാള. ഇത്രയും മതി. ഈ സാമ്പാർ വളരെ ടേസ്റ്റാണ്. ആ ഉള്ളി പ്രത്യേകം മാറ്റി വെച്ചു, കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു. കണ്ടോ, ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇത്തിരി വെള്ളം ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ആ കഴുകി വെച്ചിട്ട് 100 ഗ്രാം പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതൊന്നിട്ട് കൊടുക്കാം. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും, കരിവേപ്പിലയും, ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. കണ്ടോ, ഇത്തിരി മുളക് പൊടിയിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ, പരിപ്പൊന്ന് വേകാൻ വേണ്ടി. ഈ ചട്ടി ഞാൻ പച്ചക്കറി മാത്രം വയ്ക്കുന്ന ചട്ടിയാണ്. അത് അവരവരുടെ ആവശ്യം പോലെ ഏത് പാത്രത്തിൽ വേണേലും വയ്ക്കാം. കുക്കറൊന്നും ആവശ്യമില്ല. പരിപ്പ് നന്നായിട്ട് വേകുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഈ കുക്കറൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഈ പരിപ്പ് പിന്നെ നന്നായിട്ട് വേകുന്നതാണ്, അതുകൊണ്ട് ഞാൻ ചട്ടി വെച്ച്. കണ്ടോ, അത് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്ക് ആ പരിപ്പ് അങ്ങ് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ആ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം വേകും. അപ്പോൾ ആ ഉള്ളിയില്ലേ, നമ്മൾ ഒരു 10 ചോളയോളം ഉള്ളിയുണ്ട്, അത് മുറിക്കേണ്ട കാര്യമില്ല. ഉള്ളിയായിട്ട് തന്നെ ഇടാം. ബാക്കിയുള്ള കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ വഴുതനങ്ങയും തക്കാളിയും വെണ്ടയ്ക്കയും ഒഴികെയുള്ള കഷ്ണങ്ങളെല്ലാം നമ്മളിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. കണ്ടോ, അപ്പോൾ ഇത്തിരി കല്ലുപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാം. കണ്ടോ, അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ വറുത്ത് പൊടിക്കാനുള്ള സാധനം എടുക്കാം. 1 സ്പൂൺ മുഴുവൻ മല്ലി ഒരു ചീനച്ചട്ടി ചൂടായപ്പോൾ അതിലിട്ട്, ഒരു 5 ഉണക്കമുളകിട്ട്, 2-3 കഷ്ണം കായം, കട്ടക്കായം, ഒരു 1/2 സ്പൂൺ ഉലുവ, 1 സ്പൂൺ ഉഴുന്ന്, ഇത്രയും കൂടെ അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഈ കായം ഉണ്ടല്ലോ, കട്ടക്കായം, ഈ മല്ലിയും ഉലുവയും ഉഴുന്നുമൊക്കെ ആയിട്ട് ചേരുമ്പോൾ, വേപ്പലയൊക്കെ ആയിട്ട് ചേരുമ്പോൾ ഉണ്ടോ, നല്ല ഒരു വാസന വരും. കണ്ടോ, നല്ല വാസന. അപ്പോൾ സാമ്പാർ പൊടിയൊന്നും നമുക്കിതിന് വേണ്ട, തേങ്ങ വറുത്തരയ്ക്കേണ്ട. ഇതെല്ലാം കൂടി നമുക്കൊരു 5 മിനിറ്റിലങ്ങ് കഴിയും. ആ മുളകൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചെറിയൊരു പിഞ്ച് ജീരകം, നല്ല ജീരകമാണ്, ഒരു പിഞ്ച് അത് വിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ജീരകവും കൂടി ഇടുമ്പോൾ നല്ല മണമാണ്, നല്ല ടേസ്റ്റിയായ സാമ്പാറാണ്. അപ്പോൾ നമുക്ക് ആ വറുത്തത് മാറ്റി വെച്ചിട്ട് ഈ കഷ്ണങ്ങളൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കഷ്ണം ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്കിനി അടുത്ത ആ തക്കാളിയും സവാളയും പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വഴുതനങ്ങയില്ലേ, ആ വഴുതനങ്ങ നമുക്ക് അങ്ങ് ഇടാം. കേട്ടോ, ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ട് ഇനി ആ വഴുതനങ്ങ ഇടാൻ പോകുന്നു. കണ്ടോ, അതിന് ഇത്തിരി വേവ് കുറവാണല്ലോ, അതാണ് ഇത്തിരി അവസാനം ഞാൻ ഇട്ട് കൊടുത്തത് മറ്റുള്ള കഷ്ണത്തിൻ്റെ പുറകിൽ. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ അങ്ങ് അരയ്ക്കുക. ഇതിപ്പോൾ എനിക്ക് അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊരു ജാറിലിട്ട് പൊടിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോഴത്തേക്ക് കഷ്ണമൊക്കെ വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. കണ്ടോ, പിന്നൊരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി എടുത്തിട്ട്, വാളംപുളി എടുത്തിട്ട്, അതൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് പിഴിഞ്ഞ് ആ പുളി വെള്ളം അതിലേക്ക് അങ്ങ് അരിച്ചൊഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ അരപ്പും ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ പുളിയും അരപ്പും എല്ലാം കൂടി കിടന്നങ്ങ് വേകും. അപ്പോൾ ഇത്തിരി വെള്ളവും കൂടി നമ്മൾ പോരാത്തതിന് ഒഴിച്ച് കൊടുക്കണം. കണ്ടോ, എന്നിട്ട് അതൊന്നുകൂടെ വേകട്ടെ. കണ്ടോ, ഇതെല്ലാം തിളച്ച് നന്നായിട്ട് വെന്ത്. അപ്പോൾ ഒരു കഷ്ണം ശർക്കര അതും കൂടി ഇട്ട് കൊടുക്കണം. അത് ആ പുളിയും ഉപ്പും ഇതെല്ലാം സമാസമം വരണം. അതാണ് സാമ്പാറിന് വേണ്ടുന്നത്. കണ്ടോ, ആ ശർക്കരയിട്ട് കഷ്ണവും സാമ്പാർ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളതിലേക്ക് കടുകിട്ട് പൊട്ടി, ചെറിയ ചുമന്നുള്ളി ഒരു 5-6 അല്ലി നമ്മൾ അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇട്ട് കൊടുത്ത് ഞാൻ. എന്നിട്ട് ഇത്തിരി ഉണക്കമുളകും കൂടെ ഇടാം. ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ ഉണക്കമുളകും കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഇത് മൂപ്പിച്ചൊഴിക്കുമ്പോഴും നല്ല മണം കിട്ടും സാമ്പാറിന്, നല്ല രുചിയായിരിക്കുള്ളൂ ഈ സാമ്പാർ കൂട്ടാൻ. കണ്ടോ, ഇനി നമുക്കെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയില്ലേ, അത് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. ഈ താളിച്ചതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ആ എണ്ണയിലൊന്ന് ചൂടാക്കി ഒന്ന് വാട്ടി ഒഴിക്കാമെങ്കിൽ ഈ വെണ്ടയ്ക്കൊരു കിളുകിള് പോലെ ഇങ്ങനെ ഇരിക്കൂലേ, അതൊന്നും ഉണ്ടാവില്ല. കണ്ടോ, അതൊന്ന് ആ വേറൊരു ചീനച്ചട്ടി ഒന്നും നമ്മളതിന് വേണ്ടി എടുക്കേണ്ട, ഈ താളിച്ചതിൽ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് മതി പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്ക്. കണ്ടോ, അതൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അതെല്ലാം കൂടി ആ സാമ്പാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ,
അപ്പോൾ ആ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ആ ചൂടിൽ ആ വെണ്ടയ്ക്ക അങ്ങ് വെന്തോളും. അധികം വെണ്ടയ്ക്ക വെന്ത് അലിഞ്ഞു പോകണ്ട. നമുക്ക് ഒരു ചോറും അതിൻ്റെ ഒപ്പം ഒരു തോരനും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഊണ് കഴിക്കുക. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി തന്നിരുന്ന ആ സാമ്പാറിൻ്റെ അതേ സ്വാദാണ് ഈ സാമ്പാറിന്. കണ്ടോ, ഇതൊഴിച്ച് ഊണ് കഴിച്ചാലില്ലേ വയറും മനസ്സും ഒരുപോലെ നിറയും. അത്രയും ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനപ്പോൾ അതിനി അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനതെടുത്തൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കുകയാണ്. എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുകയല്ലേ, അപ്പം നമ്മൾ വേഗം കൊണ്ടുവന്ന് കൊടുക്കാം. ചോറിൻ്റെ ഒപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തി. കണ്ടോ, കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുകയാണ്. കണ്ടോ, ആ കഷ്ണങ്ങൾ